So, good evening all. I'm Dr. Jithin K. I'm working as a senior lecturer in Department of Oral Pathology and Microbiology in MES Dental College. സോ ഇപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ബി ഡി എസ്. ഇപ്പോൾ പലരും ഫസ്റ്റ് ഇയർ ബി ഡി എസ് ഇഷ്ടം കൊണ്ട് എടുത്തായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് MBBS കിട്ടാത്തതുകൊണ്ട് എടുക്കായിരിക്കും. വേറെ കോഴ്സ് വന്നുകൊണ്ട് എടുത്തായിരിക്കും. ബട്ട് യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ കരിയർ ആസ് എ ഡെന്റിസ്റ്റ്. ഞാൻ ഇനി നമുക്കത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ എക്സാംസ് എങ്ങനെ ഈസി ആക്കി എഴുതാന്നുള്ള കുറച്ച് കാര്യങ്ങൾ വിൽ ഡിസ്കസ് ഇറ്റ് ടുഡേ. ഓക്കെ, സോ we are going to start. So first thing, again, first, welcome to your journey in dentistry, to all of you. So, this first year means it is basically basic subject. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പറയാതൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സബ്ജക്ട് എന്നുള്ളത്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് വിൽ ബി അനാറ്റമി, വിച്ച് ഇൻക്ലൂഡ് ദ ഹിസ്റ്റോളജി ആൻഡ് ദ എംബ്രിയോളജി. Then you have physiology and biochemistry as two subjects, but എക്സാമിനത് ഒറ്റ പേപ്പർ ആയിട്ടായിരിക്കും ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. നൗ ടു മൈ സബ്ജക്ട് ദറ്റ് ഈസ് ഡെന്റൽ അനാറ്റമി, ഓറൽ ഹിസ്റ്റോളജി ആൻഡ് ഓറൽ ഫിസിയോളജി. സോ ഓൾ ദീസ് ആർ ബേസിക് സബ്ജക്ട്സ്. ഈ ബേസിക്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തേർഡ് ഇയർ തൊട്ട് ക്ലിനിക്കൽ സ്കിൽ. സോ വി ആർ സ്റ്റഡിങ് ദ ബേസിക് തിങ്സ് ഓർ ദ നോർമൽ തിങ്സ്. ഈ നോർമൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് അതിന്റെ പത്തോളജി എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഡിസീസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ വി ഹാവ് ടു സ്റ്റഡി ദ നോർമൽ തിങ്. സോ വി വിൽ സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക്സ് ഇൻ യുവർ ഫസ്റ്റ് ഇയർ. സോ ബേസിക് തിങ് അബൌട്ട് ദിസ് സബ്ജക്ട് ഈസ് ദാറ്റ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ ഓറൽ കാവിറ്റി ബൈ 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക് പില്ലേഴ്സ്, വിച്ച് ഇൻക്ലൂഡ് ആ സബ്ജക്റ്റിന്റെ പേര് പോലെ തന്നെ. ഫസ്റ്റ് വൺ ഈസ് ഡെന്റൽ അനാറ്റമി. സോ അനാറ്റമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ട് ഇറ്റ്സ് എ മോർഫോളജി, അല്ലെങ്കിൽ ഷേപ്പ്, അല്ലെങ്കിൽ സ്ട്രക്ചർ. സോ അനാറ്റമി ഓർ സ്ട്രക്ചർ ഓഫ് ദ ടീത്ത്. ദെൻ ഓറൽ എംബ്രിയോളജി. So from an embryo, how the oral structures, especially our teeth, tongue, buccal mucosa, everything develop. That's our embryology. Then histology. Histology means study at the level of tissues. അതായത് നമ്മൾ ടിഷ്യൂ ലെവൽ, ഇപ്പൊ ടീത്തിന്റെ തന്നെ ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്, സിമന്റം, പെരിഡോണ്ടൽ ലിഗമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഹിസ്റ്റോളജി, അതിന്റെ മൈന്യൂട്ട് ടിഷ്യൂ സെക്ഷൻസ് വഴി. ദെൻ ഫിസിയോളജി, വിച്ച് ഇൻക്ലൂഡ് ഓറൽ ഫിസിയോളജി, വിച്ച് ഇൻക്ലൂഡ് ദ ബേസിക് മാസ്റ്റിഗേഷൻ ആൻഡ് ഡിഗ്ലൂട്ടീഷൻ, പിന്നെ തിയറീസ് ഓഫ് മിനറലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത്. Now we will be covering these things. First, about the syllabus and topic. Basically the UHAS 2016 pattern ആണ് ഇപ്പോൾ നിങ്ങൾ സിലബസ് ഫോളോ ചെയ്യുന്നത്. So we will be covering the syllabus and topics. Then the question pattern, how the questions are coming for your university examination. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വരുന്ന അതേ പാറ്റേണിലായിരിക്കും your internal examination. So most of you will be having internal this month or starting in next month. So നമ്മൾ question pattern. Next is time management. This is one of the most important things that you have to manage, because ഇപ്പോൾ +2 വരെ പഠിച്ചു വന്ന പോലെയല്ല, this is a professional course. അപ്പോൾ നമുക്കതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു സ്പൂൺ ഫീഡിങ് അല്ല. ദ ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റാഫ് എടുത്തുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു. യു ഹാവ് ടു റീഡ് ബൈ യുവർ ഓൺ, മേക്ക് യുവർ നോട്ട്സ്, ദെൻ മാനേജ് ദ ടൈം ഫോർ യുവർ എക്സാം. 3 hour എക്സാമിനേഷൻ ആണ്. അതിൻ്റെ ഇടയിൽ യു ഹാവ് ടു റൈറ്റ് യുവർ essay ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ് ആൻഡ് ബ്രീഫ് നോട്ട്സ് വിത്തിൻ ദാറ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈം. സോ ടൈം മാനേജ്മെന്റ് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതി എത്താൻ പറ്റില്ല. You might have been studied, but you will not be able, or some will not be able to produce or reproduce what you have studied in your paper. Then we will just go through a previous year question paper, and from that question paper we will discuss how to learn and answer a question from DAOH, that is dental anatomy and oral histology. So this നമ്മുടെ സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. So time waste, I am going to start about the syllabus and topic. So first thing, what is objective of this subject? I told you this is a basic subject. അപ്പോൾ ഒന്ന് നമ്മൾ ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് നോർമൽ ഡെവലപ്മെന്റ്, ദറ്റ് ഈസ് ഹൗ ദ ടീത്ത് അല്ലെങ്കിൽ ടങ് അല്ലെങ്കിൽ ഓറൽ കാവിറ്റി സ്ട്രക്ചർ എങ്ങനെയാണ് എംബ്രിയോളജി സ്റ്റേജ് തൊട്ട് നോർമൽ ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഫങ്ഷൻ, ആ കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ദിസ് നോർമൽ ഡെവലപ്മെന്റ് ഷുഡ് ബി have a clinical link. For example, I'll just tell you a thing. That is, you are carving a tooth. ഇപ്പോൾ മോളാർ കാർവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, സെനൽ ഇൻസൈസർ ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. സോ യു ആർ സ്റ്റഡിങ് ദ അനാറ്റമി ഓഫ് ദീസ് ടീത്ത്. ആ ടീത്തിന്റെ അനാറ്റമി നമ്മൾ പഠിക്കുന്നതിന് ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു ഐഡന്റിഫൈ ദ ടീത്ത്. When you are entering the clinics, staff who are
എക്സ്ട്രാക്ട് ദ ടൂത്ത് എന്ന് പറയുള്ളൂ. അതായത് 1-3 വിൽ ബി സ്റ്റഡിങ് ദ യൂണിവേഴ്സൽ അല്ലെങ്കിൽ FDA നമ്പർ പറയും. ആ നമ്പർ വരുന്ന ടൂത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ആദ്യം നമ്പറിംഗ് പഠിക്കണം. ദെൻ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ടൂത്ത്. അതിന്റെ ക്ലിനിക്കൽ ആനറ്റമി വെച്ച് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഇപ്പം ടൂത്ത് ഒക്കെ കേരീസ് ആയിട്ട് ഫില്ലിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒക്ലൂസൽ അനാറ്റമി അതുപോലെ തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ബൈറ്റിംഗ് പ്രോബ്ലം ആയിരിക്കും. ബാക്കിയുള്ള ക്ലിനിക്കൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ക്ലിനിക്കൽ ലിങ്ക്സ്. തിയറി പഠിക്കുക, അത് ക്ലിനിക്കൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരിക. സോ ദിസ് ഈസ് ദ ബേസിക് ഓഫ് ദിസ് സബ്ജക്ട്. Now coming to the key theory topics. So first one, as the subject says, dental anatomy. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് first one is tooth nomenclature and numbering system. So you have different numbering systems. There is FDA system, Denmark system, Sigmund and Pound system. അപ്പോൾ numbering systems you have to get used to, because when you are getting to clinics, no one will ask you to tell to restore or extract permanent maxillary central incisor. You will set 1-1, fill 1-1, അല്ലെങ്കിൽ extract 1-6. അപ്പോൾ you have to numbering system you will be thorough. Then അതുപോലെ tooth nomenclature system. Then after that the morphology of both deciduous and permanent teeth with the chronology. എല്ലായിടത്തും deciduous നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ, കൂടാതെ അതിന്റെ ഡിഫറൻസും പഠിക്കും, difference between primary and the permanent. But permanent teeth you are studying all the teeth with its anatomy, that is morphology and the chronology. അതിന്റെ എപ്പോഴാണ് അത് ഇറപ്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് അതിന്റെ റൂട്ട് കംപ്ലീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോണോളജിയിൽ വരുന്നത്. അത് ഓരോ ടൂത്തിന്റെ സെൻട്രൽ ഇൻസൈസർ, ലാറ്ററൽ, കനൈൻ, പ്രീമോളാർ, അതിന്റെ മാക്സിലറി ആർച്ച് ആൻഡ് ബോത്ത് മാൻഡിബുലർ ആർച്ച്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒക്ലൂഷൻ. ഓരോ ടൂത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഹൗ ദ ടൂത്ത് ഗെറ്റ്സ് ബൈറ്റ് ഇൻ ടു ഈച്ച് അതർ. ഒക്ലൂഷൻ, എങ്ങനെയാണ് ടൂത്തിന്റെ ബൈറ്റിംഗ് വരുന്നത്, നമ്മളെ എങ്ങനെയാണ് നമ്മളെ ബൈറ്റിംഗ് ഫോഴ്സ്, എങ്ങനെയാണ് ഒരു ടൂത്ത് അടുത്ത ടൂത്തിലേക്ക് ഒക്ലൂഡ് ചെയ്യുന്നത്, അങ്ങനെയല്ല. ദർ ഇസ് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ഒക്ലൂഷൻ, അതൊക്കെയാണ് അതിൽ വരുന്നത് ഒക്ലൂഷൻ. ദെൻ ഫോർ ദാറ്റ് ഒക്ലൂഷൻ യു ഹാവ് എ ജോയിന്റ്, the only movable joint in your skull, that is temporomandibular joint or otherwise TMJ. അപ്പോൾ അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെ ഹിസ്റ്റോളജി എന്താണ്, അതിന്റെ അകത്തുള്ള ഓരോ സ്ട്രക്ചേഴ്സ്, ദർ ആർ ആർട്ടിക്കുലർ ഡിസ്ക്, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗമെന്റ്, ദാറ്റ് ഓൾ തിങ്സ്. ഇത്രയാണ് DAയിലെ ബേസിക് തിങ്സ്. മോർ തിങ്സ് ആർ ദർ. ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ ദ ബേസിക് തിങ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡെന്റൽ അനാറ്റമിയിലെ ബേസിക്സ് ആയിട്ട് പഠിക്കുന്ന കാര്യം. ദെൻ കമ്മിങ് ടു ദ ഓറൽ ഹിസ്റ്റോളജി ആൻഡ് എംബ്രിയോളജി. So here we will be studying development of both face and jaws. That thing, face in development, you will be also studying in your normal embryology. That is with the anatomy embryology പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. ബട്ട് നമ്മൾ അതിൽ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് കുറച്ചുകൂടെ എംഫസിസ് കൊടുക്കുന്നേ ഉള്ളൂ. യു ക്യാൻ സ്റ്റഡി ഫ്രം സെയിം ബുക്ക്. ഇപ്പം എംബ്രിയോളജി പഠിക്കുന്ന അതേ ബുക്കിൽ തന്നെ യു ക്യാൻ കണ്ടിന്യൂ ദ ഡെവലപ്മെന്റ് ഓഫ് ഫേസ് ആൻഡ് ജോസ്. പിന്നെ അതിന്റെ കൂടെയുള്ള development and life cycle of a tooth. So how the tooth develop from the early morphologic stages. There are bud stage, cap stage, bell stage, ആ സ്റ്റേജ്, പിന്നെ ലൈഫ് സൈക്കിൾ ഓഫ് അമിലോബ്ലാസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് എ ടൂത്ത്. Then microscopic structure of all the oral tissues. For example, the tooth has an outer covering, that is enamel, dentine. Then inside that there is a soft connective tissue, pulp. അപ്പോൾ നമ്മൾ ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്. പിന്നെ റൂട്ടിലെത്തുന്ന സമയത്ത് സിമെന്റം. Then you have alveolar bone, periodontal ligament, cementum. All these things. പിന്നെ അതിന്റെ കൂടെ തന്നെ സലേവറി ഗ്ലാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓറൽ ടിഷ്യൂസിൽ പഠിക്കുന്നത്. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. ഓൾസോ അബൌട്ട് ദ ഓറൽ മീക്കോസ, കെരാറ്റിനൈസ് മീക്കോസ, നോൺ കെരാറ്റിനൈസ് മീക്കോസ, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ഇറപ്ഷൻ ആൻഡ് ഷെഡിങ്. അലോങ് വിത്ത് ദാറ്റ് ഇറപ്ഷൻ പാറ്റേൺ, ഓരോ ടൂത്ത് എങ്ങനെ ഇറപ്റ്റ് ചെയ്യുന്നു, പ്രൈമറി ടൂത്തിന്റെ അടിയിൽ കൂടെ പ്രൈമറി ടൂത്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുമ്പോൾ പെർമനന്റ് ടൂത്ത് വരുന്നു, ദർ ഈസ് സക്സസിഡിയൻ ടൂത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഷെഡിങ്, പ്രൈമറി ടൂത്ത് എപ്പോഴൊക്കെയാണ് പാൽപ്പല്ല് ഇളകി പോകുന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെഡിങ്ങിൽ വരുന്നത്. Now there is another topic that is known as oral physiology. From that there is theories of calcification. ഈ പറഞ്ഞ ഇനാമൽ, ഡെന്റിൻ, സിമെന്റം അല്ലെങ്കിൽ ആൽവിയോളാർ ബോണൊക്കെ എങ്ങനെയാണ് കാൽസിഫിക്കേഷൻ, ഹൗ ദേ ആർ കാൽസിഫൈങ്, അതാണ് നമ്മൾ ബേസിക് തിയറീസ് ഓഫ് കാൽസിഫിക്കേഷൻ പഠിക്കുന്നത്. പിന്നെ അതിൽ ഈ ഫിസിയോളജിയിൽ, ഓറൽ ഫിസിയോളജിയിൽ വേറൊരു കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിനാൽ ഫങ്ഷണൽ ആസ്പെക്ട് ഓഫ് മാസ്റ്റിഗേഷൻ ആൻഡ് ഡിഗ്ലൂഷൻ, ദാറ്റ് ഈസ് ബേസിക് ചൂയിങ് ആൻഡ് സ്വാലോയിങ്ങിന്റെ ഫങ്ഷണൽ ആസ്പെക്ട്. ഇത്രയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ, കോർ സബ്ജക്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. ദാറ്റ് ഈസ് ഡെന്റൽ അനാറ്റമി, ദെൻ ഓറൽ ഹിസ്റ്റോളജി ആൻഡ് എംബ്രിയോളജി, ദെൻ ഫൈനലി ഓറൽ ഫിസിയോളജി. Now
based on this theoretical knowledge, you are building your practical skills, which include wax carving. ഇപ്പൊ എല്ലാവരും ചെയ്തതാണ്. Some of you have submitted central, lateral, മോസ്റ്റ്ലി അപ് ടു കനൈൻ. അതിന്റെ അപ്പുറത്തേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. സോ സെൻട്രൽ ലാറ്ററൽ ഓർ കനൈൻ. സോ വാക്സ് കാർവിംഗ് ഓഫ് എ പെർമനന്റ് ടൂത്ത്. പ്രൈമറി ടൂത്ത് നമ്മൾ UG ലെവൽ യൂഷ്വലി കാർവ് ചെയ്യാറില്ല. വി ഗോ ഫോർ ദ കാർവിംഗ് ഓഫ് ദ പെർമനന്റ് ടീത്ത്. ദെൻ മൈക്രോസ്കോപ്പി. ഇപ്പൊ ഇനാമൽ ആണെങ്കിലും ഡെന്റിൻ ആണെങ്കിലും ഓരോ സ്ട്രക്ചറിന്റെയും മൈക്രോസ്കോപ്പി. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇനാമൽ സ്പിൻഡിൽ അല്ലെങ്കിൽ ഇനാമൽ ടഫ്റ്റ് ആൻഡ് ലാമലിലെ അതിൻ്റെയൊക്കെ മൈക്രോസ്കോപ്പിക് പിക്ചേഴ്സ് യു ഹാവ് ടു ഐഡന്റിഫൈ ഫ്രം ദ മൈക്രോസ്കോപ്പ്. Then identification of the tooth. Anatomy പഠിച്ച് അല്ലെങ്കിൽ മോർഫോളജി പഠിച്ചു കഴിഞ്ഞാൽ you have to identify the tooth. For example, how will you identify a tooth? For example, maxillary central incisor ആണെങ്കിൽ അത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫോർ യുവർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടൂത്ത് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. FDA നമ്പറിൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ടൂത്ത്. അപ്പൊ അത് റൈറ്റ് ടൂത്ത് ആണോ ലെഫ്റ്റ് ടൂത്ത് ആണോ ഏത് ടൂത്ത് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഇസ് ടൂത്ത് ഐഡന്റിഫിക്കേഷൻ. ആൻഡ് ഏജ് എസ്റ്റിമേഷൻ. ഓരോ ടൂത്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗിവൻ എ കാസ്റ്റ്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ടൂത്തിന്റെ ഒക്കെ ഒരു റെപ്ലിക്ക. ആ റെപ്ലിക്കകത്ത് കുറെ ടൂത്ത് ഉണ്ടാവും. ചിലത് മിസ്സിംഗ് ആയിരിക്കും, ചിലത് ഇറപ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഓരോ ടൂത്തിന്റെ ക്രോണോളജി യു ഹാവ് ടു ബൈ ഹാർട്ട്. ആ ക്രോണോളജി വെച്ച് യു ഹാവ് ടു എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് ദ ടീത്ത്. ഇത്രയാണ് നമ്മൾ യൂഷ്വലി ഈ പ്രാക്ടിക്കലിൽ വരുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസിൽ വരുന്ന കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ. Now coming into the examination criteria. So how will you be evaluated? അല്ല നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ there is total 200 marks ആണ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് വരുന്നത്. 100 for theory and 100 for practical. Now coming in detail with the theory examination. അതിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ you have 70 marks. ബാക്കിയുള്ള 20 മാർക്ക് ഇറ്റ് വിൽ ബി ഇൻ ദ വൈവ വോസി. ദാറ്റ് ഈസ് an external examiner will be there, an internal examiner will also be there, and they will ask questions to you, direct face to face questions. അത് പ്രാക്ടിക്കൽ എക്സാമിന് എന്താണ് നടക്കുക, വൈവ വോസി, ബട്ട് ദ മാർക്ക് വിൽ ബി ആഡഡ് ടു യുവർ തിയറി എക്സാമിനേഷൻ. ദെൻ 10 marks ഫോർ യുവർ ഇന്റേണൽ അസസ്മെന്റ്. സോ ഇപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ഇന്റേണൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമായിരിക്കും. അപ്പൊ അതുപോലെ യൂഷ്വലി 3 ഇന്റേണൽ ആണ് ഉണ്ടാവുക. ആ 3 ഇന്റേണലിന്റെയും ആവറേജ് എടുത്തിട്ട് അത് 10ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ഇന്റേണൽ അസസ്മെന്റ്. സോ ഇത് 3 കൂടെ ആകുമ്പോൾ ടോട്ടൽ 100 marks. ആൻഡ് 2 things to notice is that first one, in university minimum 50% is mandatory. അതായത് 70 മാർക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ മിനിമം 50% is mandatory. ഇപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ 90%, 95% അല്ലെങ്കിൽ 98% വാങ്ങിച്ച് BDS വാങ്ങിച്ച് വന്ന ആൾക്കാരാണ്. ഇപ്പൊ 50 എന്ന് പറഞ്ഞാൽ ഈസി അല്ലേ? 50 അത്ര ഈസി അല്ല. ഇറ്റ് ഈസ് എ ബിറ്റ് ടഫ് ബിക്കോസ് സ്റ്റഡി പാറ്റേൺ ഇതുവരെ +2 വരെ പഠിച്ച സ്റ്റഡി പാറ്റേൺ അല്ല പ്രൊഫഷണൽ കോളേജ്. ഇറ്റ് വിൽ ബി ചേഞ്ച്. സോ മിനിമം 50%, 35 marks is mandatory for your university examination. And one more thing to notice is that minimum aggregate 50%. I will tell you an example. That is, for university examination, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എലിജിബിൾ ആവണമെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് 40% മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ 4 മാർക്ക് മിനിമം എല്ലാം കൂടെ ആവറേജ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ ആ സബ്ജക്ട്. ഇല്ലെങ്കിൽ ആ സബ്ജക്ട് യു വിൽ നോട്ട് ബി എലിജിബിൾ. സോ ഫോർ എക്സാമ്പിൾ യു ഹാവ് ഗോട്ട് 40%. അപ്പം 10ൽ 4 മാർക്സ് കിട്ടി. ആൻഡ് യൂണിവേഴ്സിറ്റി യു ഹാവ് ഗോട്ട് 35. ഇപ്പൊ 35 + 4 39. ആൻഡ് വൈവ യു ഹാവ് അഗെയിൻ 10 marks. സോ ദ ടോട്ടൽ മാർക്ക് വിൽ ബി 49. ഇപ്പൊ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 50 ഇല്ല, അപ്പോഴും നമ്മൾ പാസ്സാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ 40% ഈസ് ഓൺലി ഫോർ എലിജിബിലിറ്റി. എലിജിബിലിറ്റി യൂണിവേഴ്സിറ്റി എലിജിബിൾ ആവാൻ 40% മതി ഇന്റേണൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് യു ഹാവ് ടു ഗെറ്റ് മോർ ദാൻ 35 മാർക്സ്. എല്ലാം കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് 50% ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി. സോ ദാറ്റ് 2 things you have to notice. Minimum 50% is mandatory for university examination and aggregate should be also 50%. Now, theory examination, the question paper scheme based on the 2016 scheme that you are following now, based on the KUHAS syllabus, we have divided into essays, short notes, and brief notes. So, essays, there are 2 numbers and each carry 10 marks. And one essay will be from dental anatomy part and the second from the oral histology. അത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക.
ഒന്ന് എപ്പോഴും ഡെന്റൽ അനാറ്റമി ക്വസ്റ്റൻ ആയിരിക്കും. സെക്കൻഡ് വൺ ഫ്രം ദ ഓറൽ ഹിസ്റ്റോളജി. ദെൻ ഷോർട്ട് മാർക്ക് യു ഹാവ് 5 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഹിസ്റ്റോളജി പാർട്ട് വരും, ഡെന്റൽ അനാറ്റമി പാർട്ട് ഉണ്ടാവും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓറൽ ഫിസിയോളജി പാർട്ട്. Then last, there will be 10 brief notes. Each will be carrying 3 marks. അത് ഈ പറഞ്ഞ എല്ലാത്തിനും ഉണ്ടാവും, ഇൻക്ലൂഡിങ് എംബ്രിയോളജി ക്വസ്റ്റ്യൻസും യൂഷ്വലി വരുന്നത് ഈ 3 മാർക്കാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക. ഫിസിയോളജി ക്വസ്റ്റ്യൻസ്, ഓറൽ ഫിസിയോളജി ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. എസ്സേ വരില്ല എന്നല്ല, മോസ്റ്റ്ലി ദേ വിൽ ബി ഇൻ 5 മാർക്ക്. അതുപോലെ എംബ്രിയോളജി ക്വസ്റ്റ്യൻസ് യൂഷ്വലി വിൽ ബി ആസ്ക്ഡ് ഇൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ യൂഷ്വൽ പാറ്റേൺ. ബട്ട് ഇതിൽ ചേഞ്ച് വരാം, ബട്ട് ദിസ് ഈസ് എ യൂഷ്വൽ പാറ്റേൺ ദാറ്റ് ഈസ് ഫോളോഡ് ബൈ എ യൂണിവേഴ്സിറ്റി. അപ്പം 20 marks for essay, 20 marks for short note, and 30 marks for the brief notes. Total 70 marks. The next thing is the most important, time management. ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ 3 hours എഴുതി എത്തിക്കും? First thing, you have to divide your time slot into 4. That is better. 60 means 60 minutes. Then again one more 60 minutes, second 60 minutes. Then third there is a 50 and there is a 10 minutes. അപ്പോൾ 4 സ്ലോട്ട് ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്യും. 1 hour, 1 hour, 50 minutes and 10 minutes. സോ ഈ 4 സ്ലോട്ടിൽ ഫസ്റ്റ് സ്ലോട്ട് ഫോർ യുവർ എസ്സേ. സോ ഫോർ എസ്സേ യു ഹാവ് ടു റൈറ്റ് അബൌട്ട് 10 pages. ഫോർ യൂണിവേഴ്സിറ്റി യു വിൽ ബി ഗിവിംഗ് എ ബുക്ക്ലെറ്റ് ദാറ്റ് ഇസ് കണ്ടെയ്ൻ 52 pages ഉണ്ടാവും. അപ്പോൾ അത് എഴുതാനുള്ള പേജസ് നിങ്ങൾക്ക് ഉണ്ടോ? 10 pages മീൻസ് ഒരു പേജിന്റെ അപ്പുറം അപ്പുറമാണ് 10 pages എന്ന് ഉദ്ദേശിച്ചത്. സോ ഒരു എസ്സേ എന്ന് പറയുമ്പോൾ അറൌണ്ട് 10 pages. ആൻഡ് for one essay, you can spend a maximum of 30 minutes. അപ്പോൾ ആ ടൈം എപ്പോഴും നോട്ടീസ് ചെയ്ത് വെക്കുക. ഒരു എസ്സേക്ക് ഒരു മാക്സിമം 30 minutes. അതിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു കവർ ദി അതർ ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ നിങ്ങൾ അത്രയും നന്നായിട്ട് പഠിച്ചു കാണും, പക്ഷേ എത്ര എഴുതിയാലും യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ മാക്സിമം 10 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഇവാലുവേഷൻ 8.5 മാർക്ക് ഇടുള്ളൂ. യു വിൽ നോട്ട് നെവർ ഗെറ്റ് 10 മാർക്സ്. 8.5 വിൽ ബി ദ മാക്സിമം മാർക്ക്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് 30 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കരുത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ടെസ്റ്റിനും ഇതുപോലെ 30 മിനിറ്റ്സ്. അപ്പം ഫസ്റ്റ് സ്ലോട്ട് കംപ്ലീറ്റ് ആയി 1 hour. ദെൻ സെക്കൻഡ് ദ ഷോർട്ട് നോട്ട് സെക്ഷൻ. അത് നമുക്കൊരു 5 page എഴുതാം ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ ഒരു ക്വസ്റ്റ്യന് മാക്സിമം 15 minutes. അപ്പൊ 4 ക്വസ്റ്റ്യൻ ആകുമ്പോൾ അഗെയിൻ ദ സെക്കൻഡ് സ്ലോട്ട് ഈസ് കംപ്ലീറ്റ്. നൗ ദ തേർഡ് സ്ലോട്ട് ഈസ് ഫോർ ദ ബ്രീഫ് ക്വസ്റ്റ്യൻ. യു ഹാവ് 10 brief questions, 3 mark each. അപ്പോൾ ഓരോന്ന് നമുക്ക് 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യന് 15 minutes. അപ്പോൾ നിങ്ങൾ നോക്കി എല്ലാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ 10 minutes? ദാറ്റ് 10 minutes ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ഹാവ് ടു റിവ്യൂ യുവർ ആൻസേഴ്സ്. ചെക്ക് യു ഹാവ് റിട്ടൺ യുവർ ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് പേജ് നമ്പർ കറക്റ്റ്ലി. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി വാല്യുവേറ്റഡ്. അപ്പോൾ നിങ്ങൾ അത്രയും എഴുതിയ ക്വസ്റ്റ്യന് 0 മാർക്കായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി കഴിഞ്ഞാൽ മാത്രം ചെക്ക് ചെയ്യുക. ദെൻ ഫോർ യുവർ university booklet, on the front page there is a space for marking the page numbers. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ സ്റ്റാർട്ടിംഗ് പേജ് നമ്പർ എഴുതണം. അപ്പൊ ഈ ഒരു 10 minutes നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ തിരക്കിൽ പെട്ടെന്ന് ഹറിയിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വിട്ടുപോകും, അല്ലെങ്കിൽ പേജ് നമ്പർ മാറിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഈ ഒരു 10 minutes പറയുന്നത്. അപ്പൊ യു ക്യാൻ ഈ ഒരു 10 minutes ആദ്യം ചെക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടുണ്ടോ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ ചെക്ക് ചെയ്യുക, പേജ് നമ്പർ നോക്കുക. പിന്നെ ടൈം ഉണ്ടെങ്കിൽ യു ക്യാൻ കം ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ. സോ ട്രൈ ടു ഡിവൈഡ് യുവർ ടൈം സ്ലോട്ട് ടു ദിസ് 4. നൗ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് ദ സെക്ഷൻ യു നോ ബെസ്റ്റ്. ഇപ്പൊ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എസ്സേ ആയിരിക്കില്ല അത്ര എളുപ്പം തോന്നുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ 4 ഷോർട്ട് നോട്ട് ഉള്ളതായിരിക്കും പെട്ടെന്ന് നന്നായിട്ട് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ഷോർട്ട് നോട്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ സ്റ്റാർട്ട്. ആൻഡ് ട്രൈ നോട്ട് ടു ജംപ് ക്വസ്റ്റ്യൻ ടു ഡിഫറെന്റ് സെഗ്മെന്റ്സ്. അതായത് ഒരു എസ്സേ എഴുതി, പിന്നെ ഒരു ഷോർട്ട് നോട്ട് എഴുതി, പിന്നെ ഒരു ബ്രീഫ് നോട്ട് എഴുതി, വീണ്ടും ഷോർട്ട് നോട്ട് എഴുതി. അതിൽ നിന്നത് നിങ്ങൾ ഷോർട്ട് നോട്ട് നോക്കുക. ഷോർട്ട് നോട്ടിൽ 3 എണ്ണം അറിയാം, ഇപ്പൊ ഷോർട്ട് നോട്ട് ആ 3 എണ്ണം എഴുതുക. പിന്നെ നിങ്ങൾക്ക് എസ്സേ 2 എണ്ണം അറിയാം, എസ്സേ എഴുതുക. എന്നിട്ട് ബ്രീഫ് നോട്ടിലേക്ക് വരാം. അപ്പം സെഗ്മെന്റ് കഴിയുന്നതും ഒരു സെഗ്മെന്റിലുള്ള ക്വസ്റ്റ്യൻസ് ഓർഡർ എഴുതി കഴിഞ്ഞ ശേഷം അടുത്ത സെഗ്മെന്റിലേക്ക്. ഇനി ക്വസ്റ്റ്യൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജംപ്, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ക്രിയേറ്റ് ആൻ ഓർഡർ. That is better to keep an order. Then try to attempt all questions. എന്തായാലും നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ആകുമ്പോഴേക്കും നിങ്ങൾ എല്ലാം കവർ ചെയ്യും. അപ്പം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ബൗൺസേഴ്സ് പോലെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കേട്ട ഓർമ്മയുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി അതിനെപ്പറ്റി 1-2 സെന്റൻസ് എഴുതി വെക്കാൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ലീവ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ എഴുതി അറിയുന്ന 1-2 സെന്റൻസ് എങ്കിലും എഴുതി ഇട്ട് കഴിഞ്ഞാൽ വാല്യുവേറ്റർ വിൽ ഗിവ് യു സം മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതാതെ വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് 0.
Now, the next important thing is the presentation of the answer. Because യൂണിവേഴ്സിറ്റി ഫിസിക്കൽ വാല്യുവേഷൻ അല്ല, നിങ്ങൾ എഴുതുന്ന ആൻസർ പേപ്പറിന്റെ സ്കാൻഡ് കോപ്പിയാണ് ഈ പറയുന്ന ഇവാലുവേറ്റർക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കോപ്പി കൂടെ ആകുമ്പോൾ അതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറയും, പിന്നെ അതിനുള്ള ആ ഒരു റീഡബിലിറ്റിയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. സോ പ്രസന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ല നീറ്റ് ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്ലോ ചാർട്ട് അങ്ങനെയൊക്കെ വെച്ച് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിഗർ ആദ്യം വരച്ച് എഴുതുന്നുണ്ടെങ്കിലൊക്കെ ഇറ്റ് വിൽ ബി ഇംപ്രസീവ് ഫോർ ദ പ്രസന്റ്. സോ ടേബിൾ ഓർ ഫ്ലോ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, നീറ്റ് ആയിട്ട് ടേബിൾ ഓർ ഫ്ലോ ചാർട്ട് ആഡ് ചെയ്യാം. ദെൻ ഡയഗ്രംസ് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെന്റൽ അനാറ്റമി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി. ഇതിൽ മാത്രമല്ല, ഓൾസോ ഇൻ യുവർ ജനറൽ അനാറ്റമി ആണെങ്കിലും ഡയഗ്രംസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ടൂത്ത് മോർഫോളജി എഴുതാണെങ്കിൽ ഓരോ ടൂത്തിന്റെ ഓരോ ആസ്പെക്റ്റിനും ഡയഗ്രം വരച്ചിട്ട് വേണം എഴുതാൻ. ഇപ്പൊ നോർമൽ പെൻസിൽ ഡയഗ്രം ഉണ്ടാവും, അല്ലെങ്കിൽ HNE ഡയഗ്രംസ്, ഹിസ്റ്റോളജി ഡയഗ്രം, ദാറ്റ് ഈസ് ഹെമറ്റോക്സിൽ ആൻഡ് യൂസിനോഫിൽ പെൻസിൽ ഡയഗ്രംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡയഗ്രംസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കീ പോയിന്റ്സ് അണ്ടർലൈൻ ദം വിത്ത് എ റെഡ് പെൻ. യൂണിവേഴ്സിറ്റി ബുക്ക്ലെറ്റിലുണ്ട്, യു ക്യാൻ റൈറ്റ് വിത്ത് ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ. അണ്ടർലൈൻ ചെയ്യാൻ റെഡ് പെൻ ഉപയോഗിക്കാം. വേറെ പെൻ കളർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. യൂണിവേഴ്സിറ്റി ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. വേറെ കളറൊക്കെ യൂസ് ചെയ്യാൻ ശരിക്കും മാൽ പ്രാക്ടീസ് ആണ്. ഈ പോയിന്റ്സ് യു ക്യാൻ അണ്ടർലൈൻ വിത്ത് ദ റെഡ് പെൻ. ആൻഡ് try to start answers in a fresh page or give some space for previous answer. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ കുനുകുനാന്ന് എഴുതാതെ ഒരു 2-3 ലൈൻ വിട്ടതിന് ശേഷം യു ക്യാൻ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു 2 ലൈനെ ബാക്കി ഇടുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ആൻസർ ഫ്രം ദ നെക്സ്റ്റ് പേജ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആൻസർ പേപ്പറിന് ഒരു ഭംഗിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലെങ്കിലും ഈ ഒരു കാണുമ്പോൾ, ഈ ഒരു ഇത്രയും കാണുമ്പോൾ ഈ ഇവാലുവേറ്റ് ചെയ്യുന്നൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ഫെച്ച് ചെയ്യും. ഒരേ കാര്യങ്ങൾ തന്നെ ഡിഫറൻസ് നമുക്ക് ടേബിൾ വൈസ് ആയിട്ട് എഴുതാം, അല്ലാതെ എഴുതാം. ഇപ്പൊ ടേബിൾ വൈസ് എഴുതുന്ന സമയത്ത് അത് കുറച്ചുകൂടെ പ്രസന്റബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യും. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ തിയറി പറഞ്ഞ പോലെ തന്നെ ഇതിൽ 80 മാർക്സ് ആണ് യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ, ആൻഡ് ഇന്റേണൽ അസസ്മെന്റ് വിൽ ബി 20 മാർക്സ്. ഇപ്പൊ ടോട്ടൽ 100. ആൻഡ് ഇതിൽ മിനിമം 50% അഗ്രിഗേറ്റ്, അതായത് ഇന്റേണൽ അസസ്മെന്റ് അല്ല, 80 മാർക്സിൽ മിനിമം 40 മാർക്സും. അതിൽ 80 മാർക്ക് എങ്ങനെയാണ് ഡിവിഷൻ വരുന്നത് ഞാൻ പറയാം. സോ ഈ ടോട്ടൽ 80 മാർക്കിൽ യൂണിവേഴ്സിറ്റിക്ക് മിനിമം 41. ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് 40% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം എലിജിബിൾ ആവും. തിയറി എക്സാം പോലെ തന്നെ പ്രാക്ടിക്കലിലും മിനിമം ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് 40% ഉണ്ട് മാത്രമേ യു വിൽ ബി എലിജിബിൾ ടു റൈറ്റ് യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. സോ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ സമയത്ത് മിനിമം 40 മാർക്സ്, ദാറ്റ് ഈസ് 50%. സോ ഈ 80ൽ വരുന്നത് പറഞ്ഞാൽ 10 മാർക്ക് വിൽ ബി ഫോർ യുവർ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ റെക്കോർഡ്. ദെൻ ടൂത്ത് കാർവിംഗ് വിൽ ബി ഫോർ 25 മാർക്സ്. വരുന്ന എക്സ്റ്റേണൽ വിൽ ആസ്ക് യു ടു കാർവ് എ ടൂത്ത്, ദാറ്റ് ഈസ് കാർവ് FDA നമ്പർ 13. അപ്പൊ നിങ്ങൾ യു ഹാവ് ടു കാർവ് ദ പെർമനന്റ് മാക്സിലറി റൈറ്റ് canine. And 75 minutes will be for carving that specific tooth. Then 45 marks will be for the spotters. 15 spotters ഉണ്ടാവും. ഓരോ സ്പോട്ടറിന് 3 മാർക്ക് വെച്ച്. അതിൽ ആ 15 8 ഹിസ്റ്റോളജി അല്ലെങ്കിൽ ഗ്രൗണ്ട് സെക്ഷന്റെ സ്ലൈഡ്സ് ആയിരിക്കും, മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആയിരിക്കും. 5 ടൂത്ത് ഐഡന്റിഫിക്കേഷനും പിന്നെ 2 ഏജ് എസ്റ്റിമേഷനുള്ള കാസ്റ്റിംഗ്. ഇതാണ് നിങ്ങളുടെ നോർമലി സ്പോട്ടേഴ്സ്. സോ ഇത്രയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഗൈഡ് ലൈൻസ്. Now we'll go through a previous year question paper first and we will discuss that. So this was a question paper, that is first year BDS degree examination supplementary batch May 2025. അപ്പോൾ തൊട്ട് മുമ്പേ നടന്ന സപ്ലി ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എസ്സേ നേരത്തെ പറഞ്ഞ പോലെ 2 എസ്സേ ഉണ്ടാവും, 2 എസ്സേ 10 മാർക്സ് each. So the first question was enumerate the stages of and write in detail the caps. You can see the question is divided into 2 parts. First part, enumerate the stages of tooth development. അതിന് 2 മാർക്സ് ഉണ്ട്. പിന്നെ 8 മാർക്സ് will be for the cap stage. ഇത് അങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ we will discuss after all the questions. So the second question was morphology of permanent maxillary first premolar. That is for 8 marks. And add a note on its chronology, 2 mark. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് എഴുതും, തിരക്കില് ഈ ക്രോണോളജി എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ യു വിൽ നോട്ട്, ആ 2 മാർക്ക് എന്നുള്ള അവിടെ 0 ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് 2 എസ്സേ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? ദാറ്റ് ഈസ് ഫ്രം ദ ഹിസ്റ്റോളജി പാർട്ട്, ഓറൽ ഹിസ്റ്റോളജി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഈസ് ഫ്രം ദ ഡെന്റൽ അനാറ്റമി പാർട്ട്. അപ്പൊ അത് അങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ, ഒന്ന് ഹിസ്റ്റോളജി, ഒന്ന് അനാറ്റമി. ദീസ് ആയിരുന്നു എസ്സേ ക്വസ്റ്റ്യൻസ്. Now coming to the short note, the first one was tooth notation system from the dental anatomy part. Then development of mandible, that is from the embryology. Development of mandible is from the embryology part. So നേരത്തെ നമ്മൾ embryology 3 marks ആണ് വരികയെന്ന് പറഞ്ഞു, but sometimes it can be also asked in 5 marks. Then types of dentine, that is from the oral histology part. And deglutition is from the oral physiology. So you can see the questions will be divided. ഒരു ടോപ്പിക്കിന് മാത്രമല്ല വരിക, the questions will be divided across your span. So these were the 4 short notes. Now coming to the 10 brief notes. First one, physical properties of enamel. Again, oral histology part. Odontoclast, oral histology part. Ground section, again it is from the oral histology. Circumvallate papilla, also from the oral histology. Leeway space of gnats, it is from the dental anatomy part. Bundle bone, oral histology. Gingival group of fibers, again oral histology. Mammalions, that is from the dental anatomy part. Cellular cementum, oral histology. Antrum of Highmore, again from the oral histology. So these were the questions asked in the May 2025 supplements. Now we will look how to answer these questions. ഈ questions അങ്ങനെ ആൻസർ നമുക്ക് ഏതാണ്ട് നോക്കിക്കഴിഞ്ഞാൽ you can answer similar in that way for your internal examination as well as your university examination. So first question, remember the question, tooth development and cap stage. So the division of question was 2 plus 8. Specific ആയിട്ടുണ്ട് tooth development, stages of tooth development 2 മാർക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് ക്യാപ് സ്റ്റേജ് വരുമ്പോൾ 8 മാർക്സ്. സോ നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ just give a brief introduction for an essay. ഇത് essay ആണ്, just ഒരു brief. So what is tooth development? Just ഒരു 2 or 3 lines എഴുതും. Then stages ആണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. Then list the morphological and physiological stages. ഇപ്പൊ പലരും ചെയ്യുന്ന മോർഫോളജിക്കൽ മാത്രം എഴുതും, അതായത് ബഡ്, ക്യാപ്, ബെൽ, എളി ബെൽ ആൻഡ് അഡ്വാൻസ് ബെൽ എഴുതി കഴിയുമ്പോൾ സ്റ്റേജസ് നിർത്തും. ബട്ട് അവിടെ മാത്രം നിർത്തിയത് ഫിസിയോളജിക്കൽ സ്റ്റേജസ്, ബിക്കോസ് സ്റ്റേജസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ യു ക്യാൻ റൈറ്റ് ദ ഫിസിയോളജിക്കൽ സ്റ്റേജസ്, ദാറ്റ് ഈസ് ഇനീസിയേഷൻ, പ്രൊലിഫറേഷൻ, ആ സ്റ്റേജസ് കൂടി എഴുതും. ദെൻ ഗോ ടു ദ 8 മാർക്ക്, ദാറ്റ് ഈസ് ക്യാപ് സ്റ്റേജ് ഇൻ ഡീറ്റെയിൽ. ക്യാപ് സ്റ്റേജിന്റെ ഡയഗ്രാം വരയ്ക്കുക, ഹിസ്റ്റോളജി ഡയഗ്രാം വരയ്ക്കുക, HND പെൻസിൽസ് വെച്ച് തന്നെ ഡയഗ്രാം വരയ്ക്കുക. ഓരോ ലെയറും, അതിന്റെ ഓരോ ലെയറും, ഔട്ടർ ലെയർ, ഔട്ടർ ഇനാമൽ എപ്പിത്തീലിയം, ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം, സ്റ്റെല്ലേറ്റ് റെട്ടിക്കുലം, സ്ട്രാറ്റം ഇന്റർമീഡിയം, ഓരോ ലെയേഴ്സും വരയ്ക്കുക. ഓരോ ലെയേഴ്സിന്റെയും ഡീറ്റെയിൽസ് എഴുതാം. പിന്നെ അതിനകത്ത് വരുന്ന ഓരോ സ്ട്രക്ചേഴ്സിന്റെയും ഡീറ്റെയിൽസ്. സോ യു ഹാവ് ടു, എവറിത്തിങ് ഷുഡ് ബി ഇൻ ഡീറ്റെയിൽ. ഡയഗ്രാം ഈസ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യനും ഡയഗ്രാം എവിടെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നോ യു ക്യാൻ ഡ്രോ ദ ഡയഗ്രാംസ്. സോ ദിസ് ഈസ് ഹൗ യു ആൻസർ എ tooth development. Now second question was morphology. പെർമനന്റ് മാക്സിലറി ഫസ്റ്റ് പ്രീമോളാർ. 8+2 എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഫസ്റ്റ് 8 മാർക്കും ചോദിച്ചു, അതിന്റെ മോർഫോളജി ചോദിച്ചു, അവസാനം 2 മാർക്ക് ക്രോണോളജിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്രോണോളജി എഴുതാൻ വിട്ടുപോകരുത്. സോ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? അഗെയിൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ദെൻ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്ന മോർഫോളജി ഓഫ് പെർമനന്റ് മാക്സിലറി ഫസ്റ്റ് പ്രീമോളർ ആണ്. അപ്പം ക്രൗൺ ആൻഡ് റൂട്ട് ഫ്രം ഓൾ ആസ്പെക്ട്, ഓരോ ആസ്പെക്ട് അതേ ഓർഡറിൽ എഴുതുക. അതായത് പ്രീമോളർ ആയതുകൊണ്ട് ബക്കൽ ആസ്പെക്ട്, ലിംഗ്വൽ ആസ്പെക്ട്, മീഡിയൽ, ഡിസ്റ്റൽ ആൻഡ് ഒക്ലൂസൽ. 5 ആസ്പെക്ട്സ് എഴുതാം. ഓരോ ആസ്പെക്ട്സിനും ഡയഗ്രാം വരയ്ക്കണം. അതിന്റെ ക്രൗണിലെ ഫീച്ചേഴ്സ് എഴുതണം, റൂട്ടിലെ ഫീച്ചേഴ്സ് എഴുതണം. യു നോ, ഫോർ പെർമനന്റ് മാക്സിലറി ഫസ്റ്റ് പ്രീമോളർ ഇറ്റ് ഹാസ് 2 റൂട്ട്സ്. പ്രീമോളർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണില്ല, നിങ്ങൾക്ക് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള 2 മാസം 3 മാസം അല്ലേ ആവുന്നുള്ളൂ. അപ്പം പ്രീമോളർ എത്തിക്കാണില്ല. അപ്പം ഓരോ ടൂത്തിനും അതിൻ്റെതായ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ യുണീക് ഫീച്ചർ ഫോർ പ്രീമോളർ. ഫസ്റ്റ് പ്രീമോളർ, ദാറ്റ് ഈസ് മീസിയൽ മാർജിനൽ ഡെവലപ്മെന്റൽ ഗ്രൂപ്പ്. അതുപോലെ ഇപ്പൊ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ കനൈൻ ആണെങ്കിൽ, കനൈൻ യു ഹാവ് മീസിയൽ സ്ലോപ്പ് ആൻഡ് ഡിസ്റ്റൽ സ്ലോപ്പ്. ദർ ഇസ് എ സ്മോളർ മീസിയൽ സ്ലോപ്പ് ആൻഡ് എ ലാർജർ ഡിസ്റ്റൽ സ്ലോപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, യുണീക് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ടൂത്ത് ഷുഡ് ബി ഹൈലൈറ്റഡ്. അതൊരു റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യും.
Then finally for the 2 mark, write the chronology, a table അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് ഡീറ്റെയിൽ ചെയ്ത്. ഇൻട്രൊഡക്ഷൻ എഴുതുക, ക്രൗൺ ആൻഡ് റൂട്ടിന്റെ 5 ആസ്പെക്ട് ഒന്നും, ബക്കൽ, ലിംഗ്വൽ, മീസിയൽ, ഡിസ്റ്റൽ ആൻഡ് ഒക്ലൂസൽ. ദെൻ ഓരോ ആസ്പെക്റ്റിലും യുണീക് ഫീച്ചേഴ്സ് എന്താണോ വരുന്നത് അത് റെഡിങ് വെച്ചിട്ട് യു ഹാവ് ടു അണ്ടർലൈൻ. So that is about the 2 essay questions. അപ്പോൾ ഈ 2 essay questions maximum 30 plus 30 1 hour you have to complete. Time management, time ശരിക്കും നോക്കിക്കോണം. Now coming to the 5 mark questions. The first one was tooth notation system. So tooth notation നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ tooth notation system ഉണ്ട്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, എന്തിനു വേണ്ടിയാണ് ഈ ടൂത്ത് നോട്ടേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്, അതിനുശേഷം ഓരോ സിസ്റ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ് ദ എഫ് ഡി ഐ എങ്ങനെയാണ് എഴുതുന്നത്, എഫ് ഡി ഐ സിസ്റ്റം പ്രൈമറി ടൂത്തിന്റെ എഴുതണം, പെർമനന്റ് ടൂത്ത് ഒരു സിസ്റ്റം എഴുതി കഴിഞ്ഞാൽ അതിന്റെ 2 എഴുതണം, പ്രൈമറിയിലെ പെർമനന്റ് എഴുതണം. പിന്നെ ഫോർ എക്സാമ്പിൾ 1-1 മാത്രമേ നിർത്തരുത്. 1-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർമനന്റ് മാക്സിലറി റൈറ്റ് സെൻട്രൽ. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്പറിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ഫുൾ മാർക്സ്. അപ്പം പ്രൈമറിയുടെ എഴുതണം, പെർമനന്റ് എഴുതണം, പിന്നെ ഓരോ സിസ്റ്റത്തിന്റെയും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓൾസോ യു ഹാവ് ടു ഇൻക്ലൂഡ്. ഇത്രയാകുമ്പോൾ ടൂത്ത് നോട്ടേഷൻ സിസ്റ്റം വിൽ ബി കംപ്ലീറ്റഡ്. Now next question was from embryology part, that is development of mandible. അപ്പോൾ അതിൽ ഒന്ന് ഓരോ മാൻഡിബിൾ എവിടുന്ന് എംബ്രിയോളജിക്കൽ പ്രോസസ്സ്, ഏത് എംബ്രിയോളജിക്കൽ പ്രോസസ്സാണ് മാൻഡിബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുതണം, അതിന്റെ ഡെവലപ്മെന്റ് എഴുതണം. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് മാൻഡിബിൾ ഇസ് ദ മെക്കൽസ് കാർട്ടിലേജ്. ഇപ്പോൾ മെക്കൽസ് കാർട്ടിലേജിന്റെ റോൾ എന്താണ്, ഹൗ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മാൻഡിബിൾ, അത്ര എഴുതണം. ഈ 2 ക്വസ്റ്റ്യൻസിലും ടൂത്ത് നോട്ടേഷൻ സിസ്റ്റത്തിൽ വേറെ ഡയഗ്രാംസ് ഒന്നും വരയ്ക്കാനില്ല, ജസ്റ്റ് ആ നൊട്ടേഷൻ എങ്ങനെയാണ് എഴുതുന്നുള്ളത് അതിന്റെ ഒരു പിക്ചോറിക്കൽ. ബട്ട് ഡെവലപ്മെന്റ് ഓഫ് മാൻഡിബിൾ യു ക്യാൻ ഡ്രോ ദ ഡയഗ്രാംസ്. Now the next short note was types of dentine. The 5th question was types of dentine. അപ്പോൾ നമ്മൾ എഴുതേണ്ട ടൈപ്സ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക. ഡെന്റിൻ യു ഹാവ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല, എല്ലാ ക്ലാസിഫിക്കേഷനും എഴുതണം. ദാറ്റ് ഈസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ദെൻ പെരിട്യൂബുലാർ, ഇൻട്രാട്യൂബുലാർ, ഇന്റർട്യൂബുലാർ, ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ എഴുതാം. And differentiate between each in detail. Primary dental then you have circumbulbar dentine and mandible dentine. All features you have to include in that. Along with you draw the diagrams. Now next one was a physiology, oral physiology part. Deglutition. Deglutition means you are swallowing. അതിൽ വരുന്നത് define deglutition. അതിന് കുറെ സ്റ്റേജസ് ഉണ്ട്. Esophageal, pharyngeal, oral stages ഏതാണ് enumerate ചെയ്യണം. അതിനുശേഷം ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. സോ ദാറ്റ് ദിസ് പാർട്ട് വിൽ ബി ഓൾസോ കംപ്ലീറ്റ്. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ എസ്സേ കംപ്ലീറ്റ് ആയി, ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ആയി. ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എത്ര മണിക്കൂർ കഴിഞ്ഞിരിക്കണം? 2 മണിക്കൂറേ കഴിയാൻ പാടുള്ളൂ. കാരണം ഇതിന് ഓരോ ക്വസ്റ്റിനും 15 മിനിറ്റ് എടുക്കുക. ഇപ്പൊ എസ്സേയുടെ 1 മണിക്കൂർ കഴിഞ്ഞു, ഷോർട്ട് നോട്ടിന്റെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിൽ 1 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. സോ അതിൽ നമുക്ക് 10 ബ്രീഫ് നോട്ട് എഴുതാനുണ്ട്. അതിൽ ബ്രീഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചത് കൺസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ പരത്തി എഴുതി ടൈം കളയേണ്ട ആവശ്യമില്ല. കാരണം 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് ഒരു എസ്സേയുടെ അത്ര എഴുതി കഴിഞ്ഞാലും യു വിൽ ബി ഗെറ്റിംഗ് ഓൺലി 3 മാർക്സ്. ആ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം 2.5 മാർക്ക് ഒരു ഇവാലുവേറ്റർ നിങ്ങൾക്ക് ഇടുള്ളൂ. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വലുതായിരിക്കും, ബട്ട് അത് നിങ്ങൾ കൺസൈസ് ചെയ്ത് ആ ടൈമിൽ എഴുതണം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇനാം. പല നമുക്ക് ഇനാമിന്റെ ഹാർഡ്നെസ്, കളർ, പെർമിയബിലിറ്റി, അതിന് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ എഴുതാം. അത് പോയിന്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ പ്രസന്റബിൾ ആയിരിക്കും. സോ ദ സെക്കൻഡ് ബ്രീഫ് നോട്ട് വാസ് ഒഡന്റോക്ലാസ്റ്റ്. ഒഡന്റോക്ലാസ്റ്റ് എന്താണെന്നുള്ളത് പറയണം. പിന്നെ അതിന്റെ സ്ട്രക്ചർ പറയണം. ഒഡന്റോക്ലാസ്റ്റ് സ്ട്രക്ചർ എന്താണ്? ഫംഗ്ഷൻ ക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസോർബിംഗ് സെൽസ്. ടൂത്തിലെ സിമെന്റോ അതുപോലുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ റിസോർബ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ, സിഗ്നിഫിക്കൻസ് എന്നിവ കാര്യങ്ങൾ വരാം. ഡിഫൈൻ ചെയ്യണം, സ്ട്രക്ചർ വേണം, ഫംഗ്ഷൻ, സിഗ്നിഫിക്കൻസ് ആൻഡ് സ്മോൾ ഡയഗ്രാം. ഇത്രയാണ് നമ്മൾ ഒഡന്റോക്ലാസ്റ്റ് എഴുതുന്നത്. Now the question number 9 was ground section. So you have to define what is a ground section. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ട് സെക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രൗണ്ട് സെക്ഷൻ നമ്മൾ ഹാർഡ് ടിഷ്യൂ ടൂത്തിന്റെ സെക്ഷൻ ചെയ്ത് വളരെ തിൻ സെക്ഷൻ ആക്കി മാറ്റുകയാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് എഴുതണം. സിഗ്നിഫിക്കൻസ്, എന്തിനാണ് നമ്മൾ ഗ്രൗണ്ട് സെക്ഷൻ യൂസ് ചെയ്യുന്നത്?
നമ്മൾ ഹാർട്ട് ടിഷ്യൂസിനെ സ്റ്റെയിൻ ചെയ്യാതെ വ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഗ്രൗണ്ട് സെക്ഷൻ നോക്കുന്നത്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസും കൂടെ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. Now the next question was circumvallate papillae. ഓറൽ മ്യൂക്കസിൽ വരുന്ന വേറെ പ്രശ്നമാണ് circumvallate papillae. അപ്പൊ എന്താണ് പാപ്പില്ല എന്ന് ഡിഫൈൻ ചെയ്യുക? Circumvallate papillae എന്താണ് ഡിഫൈൻ ചെയ്യുക? Then location and number of this circumvallate papillae. Then circumvallate papillae is associated with taste. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ വേണം. ഇപ്പൊ ടേസ്റ്റ് ബഡ്സിനെ പറ്റി ജസ്റ്റ് അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ circumvallate papillae you have an histology diagram in your textbooks and also in practical manual. അപ്പൊ ആ ഡയഗ്രാം കൂടെ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. Then your question will be complete. Now question number 11 was leeway space of gnats. And this was question from a dental anatomy part. അപ്പം again define what is this space. എന്താണ് ഈ സ്പേസ്? പ്രൈമറി ടൂത്തിന്റെ കനൈന്റെയും മോളാസിന്റെയും മീസിയോ ഡിസ്റ്റൽ വിഡ്ത്ത് പെർമനന്റ് ടൂത്തിന്റെ കനൈന്റെയും പ്രീമോളാസിന്റെയും മീസിയോ ഡിസ്റ്റൽ വിഡ്ത്തിനേക്കാളും കൂടുതലാണ്. പ്രൈമറി ടൂത്തിന്റെ മീസിയോ ഡിസ്റ്റൽ വിഡ്ത്ത് പെർമനന്റിനേക്കാളും കൂടുതലാണ്. അതാണ് ലീവേ സ്പേസ് ഓഫ് ഗ്നാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിഫൈൻ ചെയ്യുക. ആൻഡ് ബോത്ത് ആർച്ച് മാക്സിലയിൽ ഡിഫറെന്റ് ആണ്, മാൻഡിബിൾ ഡിഫറെന്റ് ആണ്. അത് എഴുതണം. സിഗ്നിഫിക്കൻസ് എന്താണ് ഇതിന് ഇമ്പോർട്ടൻസ്? ലീവേ സ്പേസിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇൻക്രീസ് ഇൻ സ്പേസ് കാരണമാണ് നമ്മൾ പ്രൈമറി ടീത്ത് പോയി പെർമനന്റ് ടീത്ത് വരുമ്പോൾ മീസിയൽ ഡ്രിഫ്റ്റ് വരുന്നത്. അതായത് ടൂത്ത് ഡ്രിഫ്റ്റ് ചെയ്ത് പൊസിഷൻ ക്ലിയർ ആണ്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഡിഫൈൻ ചെയ്യണം. അതിന്റെ സ്പേസിന്റെ എത്രയാണ് എമൗണ്ട് എന്നുള്ള 2 ആർസിന് ഡിഫറെന്റ് എമൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 1.9 ആൻഡ് 3.4 അത് എഴുതണം. പിന്നെ സിഗ്നിഫിക്കൻസ് ഇത്രയൊക്കെ കഴിയുമ്പോൾ ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ബി കംപ്ലീറ്റ്. പിന്നെ ഡയഗ്രാം, ഒരു പെൻസിൽ ഡയഗ്രാം വരയ്ക്കാം. 3 ടൂത്ത് വെച്ച് ഒരു ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ മെഷർമെന്റ് എഴുതുക. അതുപോലെ 3 ടൂത്ത് താഴെ പെർമനന്റ് ടീത്ത് വരയ്ക്കുക, അതിന്റെ മെഷർമെന്റ് എഴുതുക. കംപ്ലീറ്റ്. യുവർ ആൻസർ ഇസ് കംപ്ലീറ്റ്. Now next was again a histology part, that is bundle bone. ബണ്ടിൽ ബോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആൽവിയോളാർ ബോൺ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബണ്ടിൽ ബോണിന് ആ പേര് വന്നത് അത് എഴുതണം. ബിക്കോസ് ഈ പെരിഡോൺ ലിഗ്മെന്റ് ഷാർപ്പീസ് ഫൈബറിലേക്ക് അതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിന് ബണ്ടിൽ ബോൺ എന്നുള്ള പേര് വരും. അപ്പൊ അത് എഴുതണം. അപ്പൊ അത് എഴുതുന്ന സമയത്ത് തന്നെ ആൽവിയോളാർ ബോണിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഇത് ബണ്ടിൽ ബോൺ എന്ന് വരാനുള്ള കാരണം എന്താണെന്ന് എഴുതണം. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ മിനറലൈസേഷൻ ഡിഫറൻസ് ഉണ്ടോ, റേഡിയോഗ്രാഫിക് അപ്പിയറൻസ് ഓഫ് ബണ്ടിൽ ബോൺ, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. Then draw a simple diagram. Your answer will be complete. Now gingival group of fibers അതുപോലെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജിഞ്ചൈവൽ ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സിന് ഓരോതിനെ പറ്റി വളരെ ബ്രീഫ് ആയിട്ട് എഴുതും. ബിക്കോസ് ഇറ്റ് ഇസ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. വലിച്ചു വാരി എഴുതണ്ട, ഓരോതിനെ പറ്റി വളരെ ബ്രീഫ് ആയിട്ട് എഴുതും. Then the gingival group of fibers answers will be complete. ഇതിനും you have a colored diagram in your book. ആ ഡയഗ്രാം കൂടെ ആഡ് ചെയ്യും. Then next one was a dental anatomy question, mammalions. സോ ഡിഫൈൻ മെമിലിയോൺസ്. എന്താണ് മെമിലിയോൺസ്? എവിടെയാണ് കാണുന്നത്? പ്രൈമറിയിലാണോ കാണുന്നത്, പെർമനന്റിലാണോ കാണുന്നത്, ന്യൂലി ഇറപ്റ്റഡ് ടൂത്ത് ആണോ, ആന്റീരിയർ ടൂത്ത് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ, ലൊക്കേഷൻ, പിന്നെ അതിന്റെ ഒറിജിൻ എന്തിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലിമിറ്റ്സിന്റെ അതിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ മെമിലിയോൺസിനെ കാണുന്നത്. പിന്നെ അതിന്റെ ഫേറ്റ് എന്താണ്? കുറെ കഴിയുന്ന സമയത്ത് മെമിലിയോൺസ് യൂഷ്വലി റിസോർവ് ആയി പോകും. കാരണം ഇറ്റ് ഈസ് ഓൺലി സീൻ ഇൻ ന്യൂലി ഇറപ്റ്റഡ് ഇൻസൈസഡ് ടൂത്ത്. കുറച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് എന്താ നമ്മൾ മാസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അട്രീഷൻ വെച്ചത് നോർമൽ ലെവലിൽ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. ഇപ്പൊ ഈ 3 മാർക്ക് ക്വസ്റ്റൻ ഒരു കാര്യങ്ങൾ കൂടെ 3 മാർക്ക് ക്വസ്റ്റൻ കുറച്ച് ചെറുതായിരിക്കും. അപ്പൊ ഈ 3 മാർക്ക് ക്വസ്റ്റനിലാണ് നിങ്ങൾ ടൈം കുറച്ചുകൂടെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് 50 മിനിറ്റ്സ് എടുക്കാവും. ഈ ടൈം കൊണ്ട് യു ഹാവ് ടു കംപ്ലീറ്റ്. നൗ ദ ലാസ്റ്റ് 2 ക്വസ്റ്റൻ വേർ, ദ ഫസ്റ്റ് വൺ വാസ് 15th വൺ മീൻസ് സെല്ലുലാർ സിമെന്റ്. അപ്പൊ അതിൽ സെല്ലുലാർ സിമെന്റത്തിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഫംഗ്ഷൻ എവിടെയാണ്? ദർ ഇസ് എ ടേബിൾ ഇൻ യുവർ ബുക്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലുലാർ ആൻഡ് അസെല്ലുലാർ സിമെന്റ്. ഇത് സെല്ലുലാർ മാത്രമായതുകൊണ്ട് ആ സെല്ലുലാറിന്റെ ഫീച്ചേഴ്സ് മാത്രം എഴുതുക. ആൻഡ് 3 മാർക്ക് ക്വസ്റ്റൻ ആകുമ്പോൾ ഇതുപോലുള്ളതാണ്. മിനിമം 6 പോയിന്റ്സ്, മിനിമം 6 പോയിന്റ്സ്. ഇതിൽ കൂടുതൽ എഴുതണം. എപ്പോഴും മിനിമം 6 പോയിന്റ്സ് എങ്കിലും വേണം. അപ്പൊ നമ്മൾ ആ 6 പോയിന്റ്സ് എഴുതുക. സെല്ലുലാർ സിമെന്റത്തിന്റെ ഒരു പെൻസിൽ ഡയഗ്രാം വരയ്ക്കുക. അതിന്റെ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ യുവർ ആൻസർ വിൽ ബി കംപ്ലീറ്റ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ആൻഡ്രം ഓഫ് ഹൈമോർ. കഴിഞ്ഞ എക്സാമിന് കുറെ പേര് തെറ്റിച്ച ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ബിക്കോസ് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല എന്താണ് ഈ ആൻഡ്രം ഓഫ് ഹൈമോർ എന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ ചില ക്വസ്റ്റൻ സിനോനിംസ് ആയിട്ട് ചോദിക്കാം. ബിക്കോസ് ആൻഡ്രം ഓഫ് ഹൈമോർ ഇസ് ആക്ച്വലി യുവർ മാക്സിലറി സൈനസ്. മാക്സിലറി സൈനസിന്റെ വേറൊരു പേരാണ് ആൻഡ്രം ഓഫ് ഹൈമോർ എന്ന് പറയുന്നത്. അപ്പൊ ആളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദേ ആസ്ക്ഡ് ആൻഡ്രം ഓഫ് ഹൈമോർ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെലവറി ഗ്ലാൻഡ് ആണെങ്കിൽ ദർ ആർ മയോ എപ്പിത്തീലിയൽ സെൽസ്, ബട്ട് സംടൈംസ് ദേ മേ ആസ്ക് ബാസ്കറ്റ് സെൽസ്. ബാസ്കറ്റ് സെൽസ് എന്ന് പറയുന്നത് മയോപിത്യൽ സെൽസിന്റെ വേറൊരു പേരാണ്. അപ്പൊ സിനോനിംസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സിനോനിംസ് പഠിക്കണം. അപ്പൊ സിനോനിംസ് അറിയുന്നവരാണെങ്കിൽ മാക്സിലറി സൈനസ്, സൈനസ് നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യൻ പഠിക്കുന്നതാണ്. അപ്പൊ സൈനസ് ആണ്, സൈനസിന്റെ വേറെ പേരാണെന്ന് എഴുതുക.
പിന്നെ ലൊക്കേഷൻ, മാക്സിലറി സൈനസിന്റെ എവിടെയാണ് ലൊക്കേഷൻ, ദർ ആർ ലോട്ട് ഓഫ് ഫങ്ഷൻസ് ഫോർ ദ സൈനസ് ആൻഡ് ഡ്രോ എ ഹിസ്റ്റോളജി ഡയഗ്രാം. സോ ഇത്രയാവുന്ന സമയത്ത് യുവർ ആൻസേഴ്സ് വിൽ ബി കംപ്ലീറ്റ്. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞ ചിലപ്പോൾ ഈ ടൈം ബാക്കിയില്ല, ഇപ്പൊ 15 മിനിറ്റ്സ് നമുക്കൊരു 6 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാൻ പറ്റിയുള്ളതെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഈ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ എല്ലാം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുണ്ടോ നോക്കുക, അത് വിട്ടുപോകാതിരിക്കും. എന്നിട്ട് അത് കറക്റ്റ് ആയതിനു ശേഷം യു ക്യാൻ കം ബാക്ക് ആൻഡ് റൈറ്റ് ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ്. ഹറിയിൽ ക്വസ്റ്റ്യൻ നമ്പർ വിട്ടുപോകരുത്, പേജ് നമ്പർ വിട്ടുപോകരുത്. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Now, a few things to remember. First one is highlight the unique features. ഇപ്പൊ ഡെന്റൽ അനാറ്റമി ചോദിക്കുന്ന സമയത്ത് ഓരോ ടൂത്തിനും കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ടാവും, അത് എപ്പോഴും മിസ്സാവാതെ എഴുതണം. എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, മാക്സിലറി സെൻട്രൽ ഇൻസൈസർ ആണ് ഇപ്പൊ നിങ്ങൾ കാർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂത്താണ്. അപ്പൊ എങ്ങനെ കാർവ് ചെയ്യുന്നത്? അതായത് മീസിയോ ഇൻസൈസൽ ആംഗിൾ ഷാർപ്പും ഡിസ്റ്റോ ഇൻസൈസൽ ആംഗിൾ യൂഷ്വലി കേർവ്ഡ് ആയിരിക്കും. അപ്പൊ ആ അനാറ്റമിക്കൽ ഫീച്ചർ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വേറൊരു ടൂത്തിലും കാണില്ല. അപ്പൊ അത് അതിന് യുണീക്ക് ഫീച്ചറാണ്. അപ്പൊ അത് എന്തായാലും മിസ്സാവാതെ. അതുപോലെ മാക്സിലറി ഫസ്റ്റ് പ്രീമോളർ ആണെങ്കിൽ ഇറ്റ് ഹാസ് എ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്, മീസിയൽ മാർജിനൽ ഡെവലപ്മെന്റൽ ഗ്രൂപ്പ്, അത് ഹൈലൈറ്റ് ചെയ്യും. ഇനി മാൻഡിബുലാർ ഫസ്റ്റ് പ്രീമോളർ ആണെങ്കിൽ യു ഹാവ് മീസിയോ ലിംഗ്വൽ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെയുള്ള യുണീക്ക് ഫീച്ചേഴ്സ് യു ഷുഡ് നോട്ട് മിസ്. അത് എപ്പോഴും കറക്റ്റ് ആയിട്ട് എഴുതും. ദെൻ ഇപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ പണ്ടേക്ക് ചെയ്യുന്നത് ന്യൂമോണിക്സ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ജിഞ്ചൽ ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ്. അപ്പൊ യു ക്യാൻ റിമെമ്പർ ഇറ്റ് as ഡി കാറ്റ് അല്ലെങ്കിൽ ഡി കാറ്റ്. ഡി എന്ന് പറഞ്ഞ ഡെൻഡോ ജിഞ്ചൈവൽ, സി സർക്കുലർ, എ ആൽവിയോളോ ജിഞ്ചൈവൽ, ടി ട്രാൻസെപ്റ്റൽ. അപ്പൊ അതുപോലെ ന്യൂമോണിക്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. പല ക്ലാസിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡെന്റിൻ. അപ്പൊ അതിന്റെയൊക്കെ ന്യൂമോണിക്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഇപ്പൊ എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ ജസ്റ്റ് ഈ ന്യൂമോണിക്സ് കൊടുക്കുന്ന മറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് യു ക്യാൻ മേക്ക് ഇറ്റ്. Then there are terms that will confuse you. I will show some example. First one, you have heard about this TOMS process. Actually, the cytoplasmic extension of amyloblast. Amyloblast, അതായത് ഇനാമൽ ഫോം ചെയ്യുന്ന അമിലോബ്ലാസ്റ്റിന്റെ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ നമ്മൾ ടോംസ് പ്രോസസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടോംസ് ഫൈബേഴ്സ് ആയിരിക്കും. ടോംസ് ഫൈബേഴ്സ് ഇസ് നോട്ട് റിലേറ്റഡ് ടു അമിലോബ്ലാസ്റ്റ്. ദേ ആർ ഒഡന്റോബ്ലാസ്റ്റിക് പ്രോസസ്സസ് എക്സ്റ്റെൻഡിങ് ഇൻ ടു ഡെന്റൽ ട്യൂബ്സ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എക്സാം എഴുതുന്ന സമയത്ത് ടോംസ് മാത്രമേ കാണുള്ളൂ. പ്രോസസ് ആണോ ഫൈബർ ആണോ നോക്കണം. അഗെയിൻ ദർ ഈസ് വൺ മോർ ടോം, ടോംസ് ഗ്രാനുലാർ ലെയർ, വിച്ച് ഈസ് എ ഹൈപ്പോമിനറലൈസ് സോൺ ഓഫ് ഡെന്റിൻ വിച്ച് ഈസ് അഡ്ജസന്റ് ടു സിമെന്റം ഇന്റർ. അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കും. ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനർ ഇടും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എപ്പോഴും നോക്കുക. ഫോർ എക്സാമ്പിൾ, ടോംസ് പ്രോസസ് ഇസ് ദർ, ടോംസ് ഫൈബേഴ്സ് വിൽ ബി ദർ, ടോംസ് ഗ്രാൻഡ്. അങ്ങനെ ഇതുപോലെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടെന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ യു ഹാവ് ടു നോട്ടീസ്. ദെൻ ടു കൺക്ലൂഡ് വിൽ ടെൽ യു എ തിങ് ദാറ്റ് ഈസ്, ഇതിൽ നമ്മൾ ഈ ഒരു ഡെന്റൽ അനാറ്റമി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി ഇഫ് യു ഹാവ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഈസി, ഇത് നമ്മൾ തിയറിയും പ്രാക്ടിക്കലും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ. തിയറിക്ക് പഠിക്കുന്ന കാര്യം, ഇപ്പൊ സെൻട്രൽ ഇൻസൈസർ അതിന്റെ തിയറിക്ക് പഠിക്കുമ്പോൾ യു വിൽ ബി സ്റ്റഡി മീസിയോ ഇൻസൈസൽ ആംഗിൾ ഇസ് ഷാർപ്പ്, ഡിസ്റ്റോ ഇൻസൈസൽ ആംഗിൾ ഇസ് കർവ്ഡ്, ഇറ്റ് ഹാസ് എ പ്രോമിനന്റ് സിംഗുലം, ദർ ഇസ് എ ലിംഗ്വൽ ഫോസ, മാർജിനൽ റിഡ്ജസ്. ഇതേ കാര്യങ്ങളാണ് നിങ്ങൾ അതിന്റെ കാർവ് ചെയ്യുമ്പോൾ വരേണ്ടത്. ഇതേ കാര്യങ്ങൾ കാർവ് ചെയ്യുമ്പോൾ വന്നാലേ യുവർ എന്താ കാർവിംഗ് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും സെപ്പറേറ്റ് ആയി കൊണ്ടുപോകാതെ ആ തിയററ്റിക്കൽ നോളജ് വെച്ച് നിങ്ങളെ പ്രാക്ടിക്കൽ സ്കില്ലൂടെ എൻഹാൻസ് ചെയ്യുക. തിരിച്ചതുപോലെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തിയററ്റിക്കൽ നോളജ് ഒന്നുകൂടെ എന്താ പറയുക സ്ട്രെങ്തൻ ചെയ്യുക. ദെൻ അഗെയിൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ കാർവ് ചെയ്യുന്ന സമയത്ത് മോർഫോളജി റിക്കോൾ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടൂത്തിന്റെയും മെഷർമെന്റ്സ് ഡിഫറെന്റ് ആണ്. അതിന്റെ ഓരോ മെഷർമെന്റും സർവൈക്കോ ഇൻസൈസൽ ലെങ്ത് ഡിഫറെന്റ് ആണ്, മീസിയോ ഇൻസൈസൽ മീസിയോ ഡിസ്റ്റൽ വിഡ്ത്ത് ഡിഫറെന്റ് ആയിരിക്കും, റൂട്ട് ലെങ്ത് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കാർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും തിയറി പെർഫെക്റ്റ് ആയതിനു ശേഷം കാർവിംഗ് സ്റ്റാർട്ട് ചെയ്യും. സിമിലർലി ഇപ്പൊ നമ്മൾ ഓറൽ ഹിസ്റ്റോളജി സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അമൽ പ്രോസസ്സിന്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിലോജൻസ് എന്താണെന്നുള്ള ആലോചിച്ചിരിക്കും. അപ്പൊ അത് ആലോചിച്ചിരിക്കും നമുക്ക് എങ്ങനെയാണ് ഇനാമൽ ഫോം ചെയ്യുന്നത്, ഇനാമൽ ഓരോ സ്ട്രക്ചർ എങ്ങനെ ഫോം ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ യു വിൽ ബി ഏബിൾ ടു നോ. ആൻഡ് ഫൈനൽ തിങ്, ദിസ് മാസ്റ്ററിംഗ് ദ ബേസിക്സ്, നോട്ട് ഓൺലി ഡെന്റൽ അനാറ്റമി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി, അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഈ ബേസിക്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ എന്താണ് കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. അതായത് അടിത്തറ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം.
ഇപ്പൊ നിങ്ങളൊരു വീട് വെക്കുകയാണ്, ഈ BDS എന്ന ഒരു വീടാണ്, നിങ്ങൾ അതിന്റെ അടിത്തറ ഫൗണ്ടേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബേസിക്സ് സ്ട്രോങ്സ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ പത്തോളജി പഠിക്കുമ്പോൾ ആദ്യം എന്താണ് ബേസിക് എന്ന് അറിയണം. ഇപ്പൊ ഒരു ഓറൽ കാവിറ്റിയിൽ ഏതൊക്കെ സ്ട്രക്ചർ, ഇപ്പൊ ടങ്കിൽ എന്തൊക്കെ, പാപ്പിൽ എങ്ങനെയാണ് കാണുന്നത് അറിയണം. അപ്പൊ പാപ്പിൽ എങ്ങനെയാണ് കാണുന്നത് അറിഞ്ഞാൽ മാത്രമേ പാപ്പിലേക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയണം. സോ basics you have to master because it is your first thing. Clinical success varanengil you have to get your basics corrected. Okay. So that's about the session. Thank you all.